ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. +1 സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാജ്യം അഭിമുഖീകരിക്കുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഉദാഹരണത്തിന് പോവർട്ടി, അതുപോലെ ഇല്ലിറ്ററസി, ദെൻ അൺഎംപ്ലോയ്മെൻറ്റ്. ഇതെല്ലാം രാജ്യം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണ്. ദാരിദ്ര്യം, നിരക്ഷരത, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ. ഇത്തരം സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടതുണ്ട് രാജ്യങ്ങൾക്ക്. ഒരു രാജ്യത്തിന് ഇത്തരം അനുഭവിക്കുന്ന കടുത്ത വെല്ലുവിളികളെ സോൾവ് ചെയ്യണം. എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് രാജ്യം പരിഹാരം കണ്ടെത്തുന്നത്? അപ്പം നമ്മളിതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് മുൻപേ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വസ്തുതകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര ദാരിദ്ര്യത്തിൻ്റെ ആ ഒരു ഡെപ്ത്നെസ്, എത്രത്തോളം ആഴത്തിൽ ഇന്ത്യയിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. വാട്ട് ഇസ് ദ ഡെപ്ത് ഓഫ് പവർട്ടി ഇൻ ഇന്ത്യ? അതുപോലെ തന്നെ ഇലിറ്ററസി, നിരക്ഷരത എത്രത്തോളം വ്യാപകമാണ് രാജ്യത്ത്. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയുടെ ആ ഒരു കാഠിന്യം എത്രയുണ്ട് രാജ്യത്ത് എന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വസ്തുതകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ കടുത്ത വെല്ലുവിളികളെ പ്രതിരോധിക്കുവാനും അതുപോലെ തന്നെ പരിഹരിക്കുന്നതിനും ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വസ്തുതകൾ നമ്മൾ ശേഖരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സാമ്പത്തിക വസ്തുതകളെയാണ് യഥാർത്ഥത്തിൽ ദത്തങ്ങൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമുക്കിതിനെ ഡാറ്റ എന്ന് പറയും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡാറ്റ എന്താണ്? ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യകളുടെ രൂപത്തിലുള്ള സാമ്പത്തിക വസ്തുതകളാണ്. ദ എക്കണോമിക് ഫാക്ട്സ് ഇൻ നമ്പേഴ്സ് ആർ നോൺ ആസ് ഡാറ്റ. അപ്പം ഡാറ്റ ശേഖരിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വസ്തുതകൾ നമ്മൾ ശേഖരിക്കാം. ഇപ്പം ഡാറ്റ ശേഖരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ദത്തങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അപ്പോൾ ഡാറ്റ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എന്താണ് ഡാറ്റ? ഡാറ്റ മീൻസ് എക്കണോമിക് ഫാക്ട്സ്. എക്കണോമിക് ഫാക്ട്സ്, സാമ്പത്തിക വസ്തുതകളാണ് ഡാറ്റാസ്. എക്കണോമിക് ഫാക്ട്സ് ഇൻ നമ്പേഴ്സ്, സംഖ്യകളുടെ രൂപത്തിലുള്ള സാമ്പത്തിക വസ്തുതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റാസ് എന്ന് പറയുന്നത്, ദത്തങ്ങൾ എന്ന് പറയുന്നത്. നോട്ട് ചെയ്യണം. അപ്പം നമുക്ക് ഡാറ്റ കിട്ടി, ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വസ്തുതകൾ നമുക്ക് കിട്ടി. ഉദാഹരണത്തിന് നമ്മൾ പോവർട്ടി എന്ന് പറയുന്ന വെല്ലുവിളിയെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വസ്തുതകൾ നമ്പേഴ്സിന്റെ രൂപത്തിൽ കിട്ടി. അതായത് ഇന്ത്യയിൽ 130 കോടി ജനങ്ങളിൽ ഏകദേശം ഒരു 60 crores ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു നമ്പറിന്റെ രൂപത്തിൽ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഇലിറ്ററസിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വസ്തുതകൾ ശേഖരിക്കാം, ഡാറ്റ ശേഖരിക്കാം. ഉദാഹരണത്തിന് ഏകദേശം 130 കോടി ജനങ്ങളിൽ ഒരു ഇലിറ്ററസിൻ്റെ ഒരു കണക്ക് നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വിചാരിക്കാം. 130 കോടി ജനങ്ങളിൽ ഏകദേശം ഒരു 50 crores, നമ്മളൊരു അസംഷനാണ്, 50 കോടി ജനങ്ങൾ നിരക്ഷരരാണ്. അതിൽ തന്നെ ഫീമെയിൽസിൻ്റെ കണക്ക് ഒരു 30 crores ഫീമെയിൽസ് ഈ 50 കോടിയിൽ.
നിരക്ഷരരാണ്. അപ്പോൾ നോക്കൂ, ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് സംഖ്യകൾ നമുക്ക് ലഭിച്ചു. 50 crores, 30 crores, അതുപോലെ തന്നെ പോവർട്ടിൻ്റെ കേസിൽ 60 crores. നമുക്ക് അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ കണക്കുകൾ നമുക്ക് ശേഖരിക്കാം. 130 കോടി ജനങ്ങളിൽ ഒരു 65 crores അൺഎംപ്ലോയിഡ് ആണ്. അതിൽ തന്നെ വരുന്ന പുരുഷന്മാരുടെ റേറ്റ് ഒരു 40 crores മെയിൽസ് അൺഎംപ്ലോയിഡ് ആണ്. ഒരു 30 crores ഫീമെയിൽസ് അൺഎംപ്ലോയിഡ് ആണ്. അപ്പം നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് കണക്കുകളാണ് ലഭിക്കുന്നത്, സംഖ്യകളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സംഖ്യകളിലൂടെ ചില സാമ്പത്തിക വസ്തുതകൾ, ഈ പറയുന്ന പ്രതിസന്ധികളുമായി, ഈ പറയുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക വസ്തുതകൾ സംഖ്യകളുടെ രൂപത്തിൽ നമുക്ക് ലഭിച്ചു. ഇതിനെയാണ് നമ്മൾ ഡാറ്റാസ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ഡാറ്റാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് നമ്മൾ ഈ ഡാറ്റാസ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡാറ്റാസ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഡാറ്റാസിനെ നമ്മൾ വിശകലനം ചെയ്യും, അനാലിസിസ് നടത്തും. അപ്പം നെക്സ്റ്റ് നമ്മൾ ഇത് ശേഖരിച്ച് കഴിഞ്ഞാൽ, ഡാറ്റാസ് നമ്മൾ ശേഖരിച്ച് കഴിഞ്ഞാൽ, സംഖ്യകളുടെ രൂപത്തിൽ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ അത് അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുക എന്നുള്ളത്, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കളക്ഷനാണ്, ഡാറ്റ കളക്ഷനാണ്. ഫസ്റ്റ് കളക്ഷൻ ഓഫ് ഡാറ്റ നമ്മൾ ശേഖരിച്ചു. നെക്സ്റ്റ് നമ്മൾ അത് അനലൈസ് ചെയ്യും, വിശകലനം ചെയ്യും, അനലൈസിസ് ഓഫ് ഡാറ്റ. ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ, വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മെഷേഴ്സ് എന്തെല്ലാം എടുക്കേണ്ടത് എന്ന് മനസ്സിലാവുകയുള്ളൂ. സോ ആഫ്റ്റർ അനലൈസിങ് ഡാറ്റ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മെഷേഴ്സ് ദാറ്റ് വി ഹാവ് ടു ടേക്ക് ടു ടാക്കിൾ ദീസ് പ്രോബ്ലം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഡാറ്റയുടെ വിശകലനം നടത്തിയാൽ മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങാൻ പറ്റൂ. ഇത് പരിഹരിക്കുന്നതിന് നടപടിയിലേക്ക് നീങ്ങാൻ പറ്റൂ. അപ്പം ഇങ്ങനെ നമ്മൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നടപടികളെ നമ്മൾ വിളിക്കുന്നത് പോളിസീസ് എന്നാണ്, നയങ്ങൾ എന്നാണ്. നയങ്ങൾ ഇപ്പം എന്താ? നയങ്ങൾ ലഭിച്ചിരിക്കുന്ന ദത്തങ്ങൾ ഉപയോഗിച്ച് അത് വിശകലനം ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന നടപടികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിസീസ്, നയങ്ങൾ എന്ന് പറയുന്നത്. നയങ്ങൾ. അപ്പം മനസ്സിലാക്കുക, ഞാൻ ഒരിക്കൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി പറയുന്നതാണ്. These are some of economic problems that we are facing: poverty, illiteracy, unemployment. And we are collecting data in relation to these problems. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വസ്തുതകൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, എക്കണോമിക് ഫാക്ട്സ്. ആ എക്കണോമിക് ഫാക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്കണോമിക് ഫാക്ട്സ് ഇൻ നമ്പേഴ്സ്. സംഖ്യകളുടെ രൂപത്തിലുള്ള സാമ്പത്തിക വസ്തുതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റാസ് എന്ന് പറയുന്നത്. ഈ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പിന്നെ ചെയ്യുന്നത്? അത് അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശകലനം നടത്തുന്നു. ആഫ്റ്റർ അനലൈസിങ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ മെഷേഴ്സ് ടു ടാക്കിൾ ദീസ് പ്രോബ്ലംസ്. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റാസ് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയും. ആ പരിഹാരം നിർദ്ദേശിക്കുകയും അത്തരം നടപടികൾ സ്വീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിസീസ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ് നയങ്ങൾ. പോവർട്ടി ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം മെഷേഴ്സ് എടുക്കണം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിസീസ്. അപ്പം ഈ പോളിസീസിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് കൃത്യമായ എന്ത് വേണം? എക്കണോമിക് ഫാക്ട്സ് വേണം, അഥവാ ഡാറ്റാസ് വേണം. അപ്പോൾ ഡാറ്റാസാണ് വളരെ പ്രധാനപ്പെട്ടത്. ഡാറ്റാസ് വളരെ കൃത്യമായതാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസൃതമായിട്ടുള്ള നടപടികളിലേക്ക് പോകാൻ കഴിയൂ. അപ്പോൾ ഈ ഡാറ്റാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എത്രത്തോളം വ്യാപനമാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങളെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. രാജ്യം എത്രത്തോളം ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായ ഡാറ്റാസ് നമുക്ക് ലഭിക്കണം. ഓക്കെ, ഈ ഡാറ്റാസും പോളിസീസും ഒക്കെ നിങ്ങൾക്ക് ഇപ്പം കൃത്യമായിട്ട് മനസ്സിലായി. എന്താണ് ഡാറ്റ? ആ ഡാറ്റയുമായി ബന്ധപ്പെട്ട്
നമുക്ക് ലഭിക്കുന്ന പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന എക്കണോമിക് ഫാക്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റ നമ്മൾ വിശകലനം ചെയ്ത് നമ്മൾ നയങ്ങൾ രൂപവൽക്കരിക്കുന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ ശേഖരിക്കുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ എക്കണോമിക്സ്റ്റ് അല്ല, സാമ്പത്തിക ശാസ്ത്രജ്ഞരല്ല ഡാറ്റ ശേഖരിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് സൊല്യൂഷൻ ടു ഇക്കണോമിക് പ്രോബ്ലംസ്, അതായത് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയാണ് ആര് ചെയ്യുന്നത്, ഇക്കണോമിസ്റ്റുകൾ ചെയ്യുന്നത്. ഇക്കണോമിസ്റ്റുകളുടെ റോൾ അവിടെയാണ്, അതാണ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എക്കണോമിക് പ്രോബ്ലംസ്, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുക. അപ്പൊ ഈ ഡാറ്റ ശേഖരിച്ചാൽ മാത്രമേ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആരാണ്? സ്റ്റാറ്റിസ്റ്റീഷ്യനാണ്, സാംഖിക ശാസ്ത്രജ്ഞനായിരിക്കും ഈ ഡാറ്റ കളക്ഷന്റെ ഉത്തരവാദിത്വം. ഓക്കെ, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുന്നത് ആരും? ഇക്കണോമിസ്റ്റും. അപ്പൊ നോക്കൂ, സ്റ്റാറ്റിസ്റ്റീഷ്യനും ഇക്കണോമിസ്റ്റും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ഈ ഡാറ്റ കളക്ഷൻ അല്ലെങ്കിൽ കൃത്യമായ ഡാറ്റാസ് ഇല്ലെങ്കിൽ ഇക്കണോമിസ്റ്റിന് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ സാധ്യമല്ല. സോ ദർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദി സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഇക്കണോമിസ്റ്റ്. അപ്പം ഇക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിലുള്ള ബന്ധം ഇതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് ബോധമുണ്ടാവണം. നെക്സ്റ്റ്, ഈ ഡാറ്റയെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പം ഡാറ്റാസ് എന്ന് പറയുന്നത്, അതായത് എക്കണോമിക് ഫാക്ട്സ് ആൻഡ് നമ്പേഴ്സ്, അതാണല്ലോ ഡാറ്റ. ഈ ഡാറ്റയെ നമ്മൾ രണ്ടായിട്ട് തിരിക്കാം. ദാറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്നും നെക്സ്റ്റ് വൺ ഈസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നും രണ്ടായിട്ട് നമുക്ക് ഡാറ്റയെ തരംതിരിക്കാം. അപ്പോൾ എന്താണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ? ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ വിശദീകരിക്കാം. നോക്കൂ, ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഇൻ ഇന്ത്യ, ദ പ്രൊഡക്ഷൻ ഓഫ് റൈസ് ഇൻ ഇന്ത്യ, production of rice in India has increased from 39.58 million tons in 1974-75 to 58.64 million tons in 1984-85. This is a statement. ഇന്ത്യയുടെ അരി ഉൽപാദനം 39.58 മില്യൺ ടണ്ണിൽ നിന്ന്, അതായത് 1974-75 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ റൈസ് ഉൽപാദനം 39.58 മില്യൺ ടണ്ണാണ്. അത് 1984-85 ആയപ്പോഴേക്കും ഇറ്റ് ഇൻക്രീസ്ഡ് ടു 58.64 മില്യൺ ടൺസ്. അപ്പൊ നോക്കൂ, ഇവിടെ ഈ ഡാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത് സംഖ്യകളുടെ രൂപത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഖ്യകളുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ദത്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ മലയാളത്തിൽ പറയുന്നത് പരിമാണാത്മക ദത്തം എന്നുള്ളതാണ്. പരിമാണാത്മക ദത്തം. അപ്പൊ എന്താണ് പരിമാണാത്മക ദത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, സംഖ്യകളുടെ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് അളക്കാൻ കഴിയുന്ന ദത്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഡാറ്റാസ് വിച്ച് ക്യാൻ ബി മെഷേർഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ്. എന്താ ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയുന്നത്? ശ്രദ്ധിക്കുക, ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് നോട്ട് ക്വാണ്ടിഫൈ എന്നാ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അളക്കാൻ കഴിയില്ല. വി കാൻറ്റ് മെഷർ
ദീസ് ഡാറ്റാസ് ഓർ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. ഒരു സംഖ്യകളുടെ രൂപത്തിൽ അവതരിപ്പിക്കാനോ അല്ലെങ്കിൽ സംഖ്യകളുടെ രൂപത്തിൽ നമുക്കത് മെഷർ ചെയ്യാനോ സാധ്യമല്ല. അങ്ങനൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ ബ്യൂട്ടി എന്ന് പറയുന്ന ഇത് നമുക്കൊരിക്കലും ഒരു സംഖ്യ കൊടുത്ത് നമുക്ക് ഒരു സൗന്ദര്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മെഷർ ചെയ്യാൻ കഴിയില്ല. വിച്ച് ഇറ്റ് ഈസ് നോട്ട് ക്വാണ്ടിഫൈ. നെക്സ്റ്റ് നമുക്ക് പറയാം ഓണസ്റ്റി, ഒരാളുടെ സത്യസന്ധത. ഒരാളുടെ സത്യസന്ധത ഒരിക്കലും നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല സംഖ്യകളുടെ രൂപത്തിൽ. ഓക്കെ, ദിസ് ബ്യൂട്ടി ആൻഡ് ഓണസ്റ്റി കാൺ ബി ക്വാണ്ടിഫൈഡ്. ദിസ് കാൺ ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. മറ്റൊരു ഉദാഹരണം നമുക്ക് ഇൻ്റലിജൻസ്, ബുദ്ധിശക്തി. അപ്പം ഇത്തരത്തിലുള്ള ഡാറ്റാസൊക്കെ നമ്മൾ ശേഖരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വി കാൺട്ട് മെഷർ ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. അത്തരം ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ഇപ്പം ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് മലയാളത്തിൽ പറയുന്നത് ഗുണാത്മക ദത്തങ്ങൾ എന്നാണ്. ഗുണാത്മക ദത്തങ്ങൾ. ഇത് രണ്ടിൻ്റെയും പരിമാണാത്മക ദത്തവും ഗുണാത്മക ദത്തവും തമ്മിലുള്ളതിൻ്റെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ദിസ് കാൻ ബി മെഷർഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. നമുക്ക് അളക്കാൻ കഴിയുന്ന ദത്തങ്ങളെയാണ് പരിമാണാത്മക ദത്തം എന്ന് പറയുന്നത്. അളക്കാൻ കഴിയാത്ത സംഖ്യകളുടെ രൂപത്തിൽ അളക്കാൻ കഴിയാത്ത ദത്തങ്ങളെയാണ് നമ്മൾ ഗുണാത്മക ദത്തങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, 39.58 മില്യൺ ടൺസ് അരിയുടെ ഉൽപ്പാദനം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റി. 19.58 മില്യൺ ടണ്ണാണ് 1974-75 അരിയുടെ ഉൽപ്പാദനം. 58.64 മില്യൺ ടണ്ണാണ് അത് 1984-85 ആകുമ്പോഴേക്കും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ നമുക്കൊരു സംഖ്യ കൊടുത്തിട്ട് നമുക്കത് അളക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ദത്തങ്ങൾ ക്വാണ്ടിറ്റേറ്റീവും നമുക്ക് അളക്കാൻ കഴിയാത്ത ഇത്തരത്തിലുള്ള ബ്യൂട്ടി, ഓണസ്റ്റി, ഇൻ്റലിജൻസ് അങ്ങനത്തെ ദത്തങ്ങളെയൊക്കെ നമ്മൾ എന്ത് പറയും, ക്വാളിറ്റേറ്റീവ് എന്നും പറയും. അപ്പോൾ ഇനി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷനിലേക്ക് നമുക്ക് ഇനി പോകാം. കാരണം ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം എന്താണെന്ന് നമ്മൾ കണ്ടു, ഡാറ്റ കളക്ഷൻ. അപ്പം ഇനി നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന വിഷയം നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ നിർവചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് പറയാൻ കഴിയും, സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് സംഖ്യാപരമായ ദത്തങ്ങൾ ശേഖരിക്കുകയാണ്. അപ്പോൾ സംഖ്യാപരമായ ദത്തങ്ങളുടെ ശേഖരണം സ്റ്റാറ്റിസ്റ്റിഷ്യൻ്റെ ആദ്യത്തെ ജോലി അതാണ്. സംഖ്യാപരമായ ദത്തങ്ങൾ ശേഖരിക്കുക, ഡാറ്റാസ് കളക്ട് ചെയ്യുക, പിന്നെ അത് അവതരിപ്പിക്കുക, പ്രസന്റ് ചെയ്യുക. അതായത് ദത്തങ്ങളുടെ അവതരണം. ഇപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ ആ ദത്തങ്ങളെ അവതരിപ്പിക്കുക. അവതരിപ്പിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഈ ലഭിക്കുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ദത്തങ്ങളെ എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെ പഠിക്കും. ടേബിൾ ആർ പ്രസൻറ്റേഷൻ ഉണ്ട്, ഗ്രാഫിൻ്റെ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, ഡയഗ്രാം, പൈ ഡയഗ്രാം, പല രീതിയിൽ നമുക്ക് ഈ കളക്ട് ചെയ്ത ദത്തങ്ങളെ എന്ത് ചെയ്യാം, അവതരിപ്പിക്കാം. അപ്പം നെക്സ്റ്റ് ചെയ്യേണ്ടത് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഈ ലഭിച്ച ദത്തങ്ങൾ പ്രസൻറ്റ് ചെയ്യുക, അവതരിപ്പിക്കുക. അത് കഴിഞ്ഞാൽ ഈ ദത്തങ്ങളുടെ വിശകലനമാണ് പിന്നെ വരിക. ദത്തങ്ങളുടെ വിശകലനം, അനാലിസിസ് ചെയ്യുക. അപ്പോൾ ദത്തങ്ങളുടെ വിശകലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതരിപ്പിച്ച ദത്തങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അനലൈസ് ചെയ്യുക. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്താണ് അതിൻ്റെ കാരണങ്ങൾ, അത് ആ ഡാറ്റാസിൻ്റെ കൃത്യതയുമായിട്ട് അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക. അപ്പം ശേഖരിക്കുക ദത്തങ്ങൾ, ദെൻ അത് അവതരിപ്പിക്കുക, ദെൻ വിശകലനം ചെയ്യുക. അപ്പം വിശകലനം ചെയ്തതിൽ നിന്ന് നമുക്ക് ഒരു വ്യാഖ്യാനത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ കാരണങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഈ ഡാറ്റാസുമായി ബന്ധപ്പെട്ട ഇൻ്റർപ്രട്ടേഷനാണ് അടുത്ത ചുമതല. അപ്പം ദത്തങ്ങളുടെ വ്യാഖ്യാനം, ദത്തങ്ങളുടെ വ്യാഖ്യാനം, ഇതാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ്റെ ജോലി. ദത്തങ്ങൾ ശേഖരിക്കുക, അത് അവതരിപ്പിക്കുക, അത് വിശകലനം ചെയ്യുക, പിന്നെ വ്യാഖ്യാനിക്കുക.
ഓക്കെ, ഇപ്പം നമ്മളത് ഡിഫൈൻ ചെയ്താൽ സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ കളക്ഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ, ഇറ്റ്സ് പ്രസന്റേഷൻ, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് can be defined as the collection of numerical data, അതാണ് ദത്തങ്ങളുടെ ശേഖരണം. then അവതരണം, its presentation, പ്രസന്റ് ചെയ്യുക, അവതരിപ്പിക്കുക. then analysis and its interpretation, പിന്നെ അത് വ്യാഖ്യാനിക്കുക. അപ്പം ഈ ഒരു ചെറിയ ഡെഫിനിഷൻ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് can be defined as the collection of numerical data, its presentation, analysis and interpretation. വളരെ ചെറിയൊരു ഡെഫിനിഷനാണ്, നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് ചെയ്യുന്നത് എന്ന് ഈ ഡെഫിനിഷനുണ്ട്. കളക്ഷൻ ഓഫ് ഡാറ്റ, ന്യൂമറിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുക, ദത്തങ്ങളുടെ ശേഖരണം, അതിൻ്റെ അവതരണം, ഇതിൻ്റെ വിശകലനം, പിന്നെ അതിൻ്റെ വ്യാഖ്യാനം. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ സ്കോപ്പ്, അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ യൂസസ്, ഇത് എക്കണോമിക്സിന് എന്തൊക്കെ തരത്തിലുള്ള ഉപയോഗങ്ങളാണ് ചെയ്യുന്നത്, അതിൻ്റെ യൂസസ്, മറ്റു കാര്യങ്ങളൊക്കെയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടിൽ ദെൻ, ഗുഡ് ബൈ.